ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷനെ കുറിച്ചിട്ടാണ്. എന്താണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്നാണ് ആദ്യം പറയുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്ചോറിയൽ പ്രൊജക്ഷനാണ്. എങ്ങനെയുള്ളത്? ഓർത്തോഗ്രാഫിക് ആയിട്ടുള്ളത്. അതായത് പിക്ചോറിയൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓൺ വെർട്ടിക്കൽ പ്ലെയിൻ. ഇപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഇത്രയും നേരം വരച്ചിട്ടുണ്ടായിരുന്ന സോളിഡ് ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കിയിട്ട് ഈ സോളിഡ് ഏതാണെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതൊരു കോണാണോ അല്ല ഇതൊരു ഒരു സ്ക്വയർ പിരമിഡ് ആണോ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ രണ്ട് ഫിഗർ ഇല്ലാതെ, രണ്ട് ഡ്രോയിങ് ഇല്ലാതെ എനിക്കിത് ഏതാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇതെല്ലാം വരുന്നത് നമ്മുടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ തന്നെയാണ് എങ്കിലും ഈ രണ്ട് ഫിഗർ ഇപ്പോൾ എനിക്ക് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത് അറിയാൻ വേണ്ടി പറ്റില്ല അൺലെസ് അതിൻ്റെ ടോപ്പ് വ്യൂ വരച്ചില്ലായിരുന്നു എങ്കിൽ. ഇങ്ങനെയാണ് നിൽക്കുന്നത് എങ്കിൽ ഇതിൻ്റെ ടോപ്പ് വ്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്കെന്ത് പറയാൻ വേണ്ടി പറ്റുള്ളൂ, ഇതൊരു സ്ക്വയർ പിരമിഡ് ആണെന്ന് അല്ലെങ്കിൽ ഇതൊരു കോൺ ആണ് എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. നേരെ മറിച്ച് ഞാൻ ഇങ്ങനെ ഒരു സാധനം വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റും, അല്ലേ? ഇതെന്താണെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതൊരു ക്യൂബാണ് എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇതൊരു പിക്ചർ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, അല്ലേ? ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അപ്പോഴും തന്നെയാണ് ഇത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന് കീഴിൽ വരുന്ന സാധനം തന്നെയാണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിനിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് റേസ് വരുന്നു, അത് എൻ്റെ പ്ലെയിനിൽ പതിക്കുന്നു. അങ്ങനെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ആ പ്രൊജക്ടേഴ്സ് പതിക്കുന്നു. സെയിം തന്നെയാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇതെന്താണ്, ഒരു പിക്ടോറിയൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം. അതായത് ഒറ്റ പിക്ചറിൽ തന്നെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എന്താ സാധനം എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പിക്ടോറിയൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ക്യൂബിൻ്റെ ഫിഗർ വരച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാതെ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം വരയ്ക്കേണ്ട ഒരു ബേസ് ലൈനാണ്. വരയ്ക്കുന്നത്? ബേസ് ലൈനാണ്. ഓക്കെ, അതിനുശേഷമാണ് ഞാൻ വരയ്ക്കാനുള്ളത്. അതിനുശേഷമാണ് ഞാൻ ബാക്കി വരുന്ന കൺസ്ട്രക്ഷൻസ് എല്ലാം ചെയ്യാനുള്ളത്. സോ ദിസ് ഇസ് കോൾഡ് ബേസ് ലൈൻ. ഓക്കെ, ബാക്കി വരുന്ന കൺസ്ട്രക്ഷൻ എല്ലാം ഈ വിത്ത് റെസ്പെക്ട് ടു ദിസ് ബേസ് ലൈനാണ് ഞാൻ ചെയ്യാനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബേസിക്കലി എൻ്റെ ക്യൂബിൻ്റെ, ഇങ്ങനെയാണ് ഇരിക്കുക എൻ്റെ ക്യൂബിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവും? അതൊരു ക്യൂബ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും, അല്ലേ? സേ ദിസ് ഇസ് 25 mm എന്ന് വിചാരിക്കും. ഇത് 25 mm, ഇത് 25 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ടോപ്പ് വ്യൂ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതൊരു 25 തന്നെയാണ്, കാരണം ദിസ് ഇസ് എ ക്യൂബ്. 25 ആണ്. ഓക്കെ, ഇവിടെ ഈ തന്നിരിക്കുന്ന സാധനങ്ങൾ ഈ വെർട്ടിക്കൽ ആയിരിക്കുന്ന ലൈൻസ്, ഇതെല്ലാം വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ വി പിയിൽ XY ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന എല്ലാം വെർട്ടിക്കൽ ലൈൻസ് ആണ്. XY ലൈനിന് പാരലായിട്ട് വരുന്ന എല്ലാം ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. ഓക്കെ, ഇവിടെ എച്ച് പിയിൽ ഇരിക്കുന്ന എല്ലാ ലൈൻസും ഓക്കെ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ട കാര്യമാണത്. വി പി ആണ് എങ്കിൽ XY ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കുന്നത് എല്ലാം വെർട്ടിക്കൽ ലൈൻസ് ആണ്. പിന്നെയോ XY ലൈനിന് പാരലൽ ആയിരിക്കുന്നത് ഹൊറിസോണ്ടൽ ലൈനാണ്. ഇനിയോ HP ആണെങ്കിൽ HP ലൈ ചെയ്യുന്ന ഓൾ ലൈൻസ് ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. ഓക്കെ, ഹൊറിസോണ്ടലാണ്. എന്തിൻ്റെ ബേസിൽ? നമ്മൾ ഈ ക്യൂബിൻ്റെ ബേസിലെല്ലാം പറയുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ക്യൂബോ അല്ലെങ്കിൽ നമുക്ക് റെക്ടാങ്കിളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നമുക്കിത് പിന്നെയും ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻസ് എല്ലാം, ഈ ലൈനുകളെല്ലാം വെർട്ടിക്കൽ ലൈനെല്ലാം വെർട്ടിക്കലായിരിക്കും. അത് ഈ ലൈനാണ് ആ വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ലൈൻ എല്ലാം വെർട്ടിക്കലായിരിക്കും. ഹൊറിസോണ്ടൽ ലൈൻ എല്ലാം ഈ ബേസ് ലൈന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. ഹൊറിസോണ്ടൽ ലൈനിൽ ഈ ബേസ് ലൈന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. ഓക്കെ, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. അതായത് ഈ ലൈൻ ഈ 4 ലൈനും നമ്മൾ വരയ്ക്കുമ്പോൾ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. ഈ ലൈൻ വെർട്ടിക്കൽ തന്നെയായിരിക്കും ഐസോമെട്രിക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂവിൽ
നമ്മൾ വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് ഐസോമെട്രിക് പ്രൊജക്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഈ പ്രൊജക്ഷൻ വരയ്ക്കുന്ന നേരത്തെ നമുക്ക് ഓർക്കാനുള്ള ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. വെർട്ടിക്കൽ ലൈൻസ് റിമെയിൻസ് വെർട്ടിക്കൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണിത്. ഇത് ഓർത്ത് വെക്കണം. എല്ലാ ഡ്രോയിങ്ങിനും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന പോയിന്റ്സ് ആണിത്. പിന്നെയോ ഹൊറിസോണ്ടൽ ലൈൻസ് വിൽ ബി ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി വിത്ത് ബേസ്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ലൈൻ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. വി പിയിലാണ് എങ്കിൽ എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതെല്ലാം വെർട്ടിക്കൽ ലൈൻസ് ആണ്, എക്സ് വൈ ലൈനിന് പാരലായിട്ട് വരുന്നതെല്ലാം ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. ഓക്കെ, എച്ച് പിയിലാണ് എങ്കിൽ അതിൻ്റെ മുകളിൽ വരുന്ന എല്ലാ ലൈൻസും എന്താണ് ഹൊറിസോണ്ടൽ ലൈൻസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കണം. ഓക്കെ, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കണം. ഏതിന്? ബേസ് ലൈനിന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കണം. അതുപോലെ വെർട്ടിക്കൽ ലൈൻസ് എന്താണ്? റിമെയിൻസ് വെർട്ടിക്കൽ, അതിന് മാറ്റമില്ല. ഐസോമെട്രിക് പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കുന്ന നേരത്ത് ലെങ്ത്തുകൾ ഫോർ ഷോർട്ടൻ ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ക്യൂബ് എന്ന് വിചാരിക്കുക. ഇഫ് ദിസ് ഇസ് മൈ ക്യൂബ്, ഇതിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷനാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ ഇതിൻ്റെ ട്രൂ ലെങ്ത്ത് സേ എത്രയാണ്? 100 mm ആണ് വിചാരിക്കുന്നത്. ട്രൂ ലെങ്ത്ത് 100 mm ആണ് എങ്കിൽ എനിക്ക് എന്താ കിട്ടുക? ഞാൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുന്ന നേരത്ത് ഈ പറയുന്ന ലെങ്ത്ത് ഇത് എത്രയായിരിക്കും? ഇത് 82 ആയിരിക്കും, അല്ലെങ്കിൽ 81.6 ആയിരിക്കും എന്നാണ് ഈ പറയുന്ന കാര്യം. ഇതെല്ലാം എന്തായിരിക്കും? 81.6 ആയിരിക്കും. ക്യൂബ് ആണെങ്കിൽ എല്ലാം ഒന്നാണല്ലോ. അപ്പോൾ 81.6 ആയിരിക്കും. പക്ഷെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അത് 100 തന്നെ മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്പോഴും എന്തേ മാർക്ക് ചെയ്യുള്ളൂ? 100 എന്നേ മാർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 81.6 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്? ട്രൂ ലെങ്ത്തിനെ 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഐസോമെട്രിക് ലെങ്ത്ത് കിട്ടുന്നത്. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ലെങ്ത്തുകൾ ഫോർ ഷോർട്ടനായിരിക്കും എന്ന് ഓർക്കുക. അതേപോലെ ഐസോമെട്രിക് വ്യൂ, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് ഐസോമെട്രിക് ഡ്രോയിങ്. ആ നേരത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ ട്രൂ ലെങ്ത്തിൽ തന്നെ വരയ്ക്കും. ഓക്കെ, ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ ട്രൂ ലെങ്ത്തിൽ തന്നെ വരയ്ക്കും. നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് ഐസോമെട്രിക് വ്യൂ ആണ് എങ്കിൽ എത്രയാണോ തന്നിരിക്കുന്ന ലെങ്ത്ത് അതേ ലെങ്ത്തിൽ നമുക്ക് പ്രൊജക്ഷൻ വരയ്ക്കാം. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാനാണ് എങ്കിൽ അതെന്ത് ചെയ്യണം? ഫോർ ഷോർട്ടനായിട്ട് വരയ്ക്കണം. അത് ഫോർ ഷോർട്ടനായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസോമെട്രിക് സ്കെയിൽ കൺസിഡർ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യില്ല? ട്രൂ ലെങ്ത്തിനെ 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഐസോമെട്രിക് ലെങ്ത്ത് എടുക്കുകയല്ല ചെയ്യാറ്. സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുക. അതായത് നമ്മൾ ഡ്രോയിങ്ങിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ലൈൻ ഏതാണെന്ന് നോക്കുക. ആ ലെങ്ത്തിൽ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ വരയ്ക്കും ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേതാണ്? ട്രൂ ലെങ്ത് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഡ്രോയിങ്ങിലെ ഏറ്റവും വലിയ ലെങ്ത് ഏതാണ് നമ്മൾ ആദ്യം നോക്കി ആ ലെങ്ത് നമ്മളിവിടെ വരച്ചു ഹൊറിസോണ്ടലായിട്ട്. അപ്പോൾ ട്രൂ ലെങ്ത് തന്നെയാണത് എന്നുള്ള കാര്യം ഓർക്കുക. അതിനുശേഷം ഈ എൻഡിൽ നിന്ന് ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. ഈ എ എന്ന് പറയുന്ന എൻഡിൽ നിന്ന് 15 ഡിഗ്രിയിൽ നമ്മളൊരു ലൈൻ വരയ്ക്കും. എത്ര ഡിഗ്രിയിൽ? 15 ഡിഗ്രിയിൽ നമ്മളൊരു ലൈൻ വരയ്ക്കും. 15 ഡിഗ്രിയിൽ നമ്മളൊരു ലൈൻ വരച്ചു. അതിനുശേഷം ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എത്രയാണ്? 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, ബാക്കി വരെ നമുക്ക് മായ്ച്ചു കളഞ്ഞേക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 15 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു. ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എത്ര ഡിഗ്രിയിൽ വരച്ചു? 45 ഡിഗ്രിയിലൊരു ലൈൻ നമ്മൾ വരച്ചു. ഓക്കെ, ഈ ട്രൂ ലെങ്ത്തിൻ്റെ, അതായത് ഇത്രയും ലെങ്ത്തിൻ്റെ, നമ്മൾ ഗ്രേറ്റസ്റ്റ് ലെങ്ത് എടുത്തിട്ടാണ് വരച്ചതെന്ന് പറഞ്ഞു. ഇത്രയും ലെങ്ത്തിൻ്റെ ഐസോമെട്രിക് ലെങ്ത് ആണ് ഏത്? എ ബി ഡാഷ് എന്ന് പറഞ്ഞത്. അപ്പം എ ബി എന്ന് പറയുന്ന ട്രൂ ലെങ്ത്തിൻ്റെ ഐസോമെട്രിക് ലെങ്ത് ആണ് ഏത്? എ ബി ഡാഷ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? വേറൊരു ലെങ്ത് കാണാം. അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് വരയ്ക്കേണ്ടതെന്ന് വിചാരിക്കാം. ഇതാണ് 60 എന്ന് വിചാരിക്കുക. ഇതാണ് മാക്സിമം ലെങ്ത്. അപ്പോൾ എനിക്ക് വരയ്ക്കേണ്ടത് ഒരു ട്രയാങ്കുലർ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പ്രിസമാണ് ഞാൻ വരച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ലെങ്ത് 25 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഇതിലെ ഹയസ്റ്റ് ലെങ്ത് 60 ഇവിടെ എടുത്ത് വരച്ചു. ഓക്കെ, ഈ ലെങ്ത് മുഴുവൻ എത്രയാണ്? ഈ ലെങ്ത് മുഴുവൻ 60 ആണ്. അതിനുശേഷം 15 ഡിഗ്രി 45 ഡിഗ്രി എടുത്തിട്ട് ബി ഡാഷ് വരച്ചു. അപ്പോൾ എ ബി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? എ ബി ഡാഷ് എന്ന് പറയുന്നത് 60 mm എന്താണ്? ഐസോമെട്രിക് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഐസോമെട്രിക് ഡ്രോയിങ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 60 mm പകരം നമ്മൾ എടുക്കുന്ന ലെങ്ത് എത്രയായിരിക്കും? എ ബി ഡാഷ് എന്ന് പറയുന്ന ലെങ്ത് ആയിരിക്കും. ഇത് 25 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? 25 ലെങ്ത് എയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 25 mm എടുത്തു. ഇങ്ങോട്ടേക്ക് 25 mm എടുത്തിട്ട് നമ്മുടെ റോളർ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇതിന് പാരലായിട്ട് ഒരു ലൈൻ ഇവിടെ വരയ്ക്കും. അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കും. എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. അപ്പോൾ ഈ എ സി എന്ന് പറയുന്നതാണ് 25 ഡിഗ്രി കേട്ടോ. 25 mm. ആ എ സിൻ്റെ എന്താണ്? ഐസോമെട്രിക് ലെങ്ത് ആണ് എ സി ഡാഷ് എന്ന് പറയുന്നത്. അപ്പം എ സിൻ്റെ ഐസോമെട്രിക് ലെങ്ത് ആണ് എന്ത്? എ സി ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ എ സി ട്രൂ ലെങ്ത്, എ സി ഡാഷ് ഐസോമെട്രിക് ലെങ്ത്.
ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണ് നമ്മൾ ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഐസോമെട്രിക് ഡ്രോയിങ് നമ്മൾ വരയ്ക്കുന്നത്. ഇതാണ് ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്രോ ദി ഐസോമെട്രിക് വ്യൂ ഓഫ് എ സ്ക്വയർ ലാമിന ഓഫ് 50 mm സൈഡ് വെൻ ദ സർഫസ് ഈസ് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ. അപ്പോൾ ലാമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് ഇല്ലാത്ത ഒരു പ്ലെയിനെയാണ് നമ്മൾ ലാമിന എന്ന് പറയുന്നത്, അല്ലേ? നെഗ്ലിജിബിൾ തിക്നെസ് ഉള്ള ഒരു പ്ലെയിനെയാണ് ലാമിന എന്ന് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, ഇതെൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ക്വയർ ലാമിന ഞാൻ വെർട്ടിക്കലായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതാണ് വെർട്ടിക്കലായിട്ട് വെച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇങ്ങനെ വെച്ചിരിക്കുന്നതിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കണം. അതേപോലെ ഹൊറിസോണ്ടലായിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെ വെച്ചിരിക്കുകയാണ്? ഹൊറിസോണ്ടലായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇതാണ് ഹൊറിസോണ്ടലായിട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെയാണ് വെക്കുക. അപ്പോൾ ഈ സ്ക്വയർ ലാമിനയുടെ എന്ത് വരയ്ക്കണം? ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കണം. ഈ രണ്ട് കേസിലും ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനാണ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ XY ലൈൻ എടുത്തു. ആദ്യം XY ലൈൻ എടുത്തു. ഓക്കെ, ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? വെർട്ടിക്കലായി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഫ്രണ്ട് വ്യൂവിൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്നത്. ടോപ്പ് വ്യൂ നോക്കുമ്പോഴോ? ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമുക്കൊരു ലൈനും കിട്ടും. സ്ക്വയർ ലാമിന ആയതുകൊണ്ട് എല്ലാ ലെങ്ത്തും ഈക്വലാണ്. ഇത് എത്രയായിരിക്കും? ഇത് 50 ആയിരിക്കും. ഇതോ? ഇതിൻ്റെ ലെങ്ത്തും ഇതുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്യണമല്ലോ, ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാണല്ലോ. ഇതിൻ്റെ ലെങ്ത്തും എത്രയായിരിക്കും? ഇതിൻ്റെ ലെങ്ത്തും 50 ആയിരിക്കും. ഇതിൻ്റെ ലെങ്ത്തും 50 ആയിരിക്കും. ഓക്കെ, ഇത് പ്രൊജക്റ്റ് ചെയ്യണം. സ്ക്വയർ ലാമിനയാണല്ലോ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന് നെയിം ചെയ്യുക. ഇത് 1 2 3 4 എന്ന് നെയിം ചെയ്യുക. ഓക്കെ, ഡാഷ് നമുക്കറിയാം. ഇതിന് മുകളിലാണെങ്കിൽ ഡാഷ് വേണമെന്നറിയാം. ദിസ് ഇസ് VP, ദിസ് ഇസ് HP. ഓക്കെ, ഇനി നമുക്ക് VPയിലാണ് ഈ സാധനം എന്ന് മനസ്സിലായി. ഇത് നമുക്കിതിന് ആ വ്യൂ വരയ്ക്കുന്ന നേരത്ത് നമ്മൾക്ക് VPയിലാണോ HPയിലാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. VPയിലാണ് എങ്കിൽ XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ്, അതായത് ഇത് എന്താണ്? വെർട്ടിക്കൽ ലൈൻസ് ആയിരിക്കും. XY ലൈന് പാരലൽ ലൈൻസ്, അതായത് ഇത് രണ്ടും എന്തായിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കും. സോറി, ഹൊറിസോണ്ടൽ ലൈൻസ് ആയിരിക്കും. അപ്പം അത് എഴുതിയേക്കാം. 1 4 ആൻഡ് 2 3 എന്താണ്? വെർട്ടിക്കൽ ലൈൻസ്. വെർട്ടിക്കൽ ലൈൻസ്. അടുത്തതോ? 1 2 ആൻഡ് 4 3 ഹൊറിസോണ്ടൽ ലൈൻസ്. ഹൊറിസോണ്ടൽ ലൈൻസ്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചതാണ് കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ബേസ് ലൈൻ വരയ്ക്കുന്നു. സോ ദിസ് ഇസ് മൈ ബേസ് ലൈൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എനിക്കിവിടെ ഫിക്സ് ചെയ്യാം. ഐദർ ഇറ്റ് ക്യാൻ ബി 1 ഓർ ഇറ്റ് ക്യാൻ ബി 2. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ VPയിലാണ് നമ്മുടെ എന്തിരിക്കുന്നത്? സ്ക്വയർ ഇരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സ്ക്വയർ ആവാം, അതൊരു റെക്റ്റാങ്കിൾ ആവാം, എന്തിരിക്കുന്നതെങ്കിൽ നമ്മൾ 2 ആണ് ഫിക്സ് ചെയ്യാറ് സാധാരണ. ഓക്കെ, 2 ഫിക്സ് ചെയ്യും, 1 ഫിക്സ് ചെയ്യും. നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് വെച്ചിട്ടും വരയ്ക്കാം. സാധാരണഗതിയിൽ നമ്മൾ 2 ആണ് ഫിക്സ് ചെയ്യാറ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പം നമ്മൾ ആ ഡ്രോയിങ് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുമ്പോൾ മനസ്സിലായിക്കോളൂ. നിങ്ങൾക്ക് 1 വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ട് വരച്ചു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല, ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ 2 ഫിക്സ് ചെയ്യുന്നു, അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട്. ഇതൊരു ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് എനിക്ക് എന്തെടുക്കാം? ട്രൂ ലെങ്ത്തിൽ തന്നെ കാര്യങ്ങൾ വരയ്ക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? വെർട്ടിക്കൽ ലൈൻസ്, ഹൊറിസോണ്ടൽ ലൈൻസ് 1 2 എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലൈനാണ്. അത് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും എന്ന് എനിക്കറിയാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? 50 mm ഇങ്ങോട്ടേക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ചു. ഇത് 1 വരച്ചു. പിന്നെ എനിക്കെന്താ അറിയാം? വെർട്ടിക്കൽ ലൈൻസ് റിമീൻസ് വെർട്ടിക്കൽ. അപ്പോൾ ഇത് 50 mm ആണ് 1 2 എന്ന് പറയുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ലൈൻ റിമീൻസ് വെർട്ടിക്കൽ ആയതുകൊണ്ട് വെർട്ടിക്കലിൽ ഞാൻ എന്ത് ചെയ്തു? 50 mm എടുത്ത് വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഇവിടുന്ന് എനിക്ക് വേണമെങ്കിൽ ഈ 1ൽ നിന്ന് എന്ത് ചെയ്യാം? 50 mm ഈ ലെങ്ത് 4, ഇത് 4 ആണല്ലോ, 4 3 എന്ന ലെങ്ത് എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ 2 3 എന്ന ലെങ്ത് എടുത്തിട്ട് അടുത്ത ആർക്കും എനിക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം 4 3 ഒരു ആർക്ക് കട്ട് ചെയ്തു, 2 3 ഒരു ആർക്ക് കട്ട് ചെയ്തു. സോ ദിസ് ഇസ് ദ പോയിന്റ് 3. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഇവനെ ജോയിൻ ചെയ്യിക്കാം. ഓക്കെ, ഇവനെ എനിക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യിക്കാം. ഓക്കെ, ഇങ്ങനെയും വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെയും വരയ്ക്കാം എനിക്കത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ 1 4 എന്ന് പറയുന്നത് 50 എടുത്ത പോലെ ഇങ്ങോട്ടേക്കും 50 എടുത്തിട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി ഐസോമെട്രിക് വ്യൂ, ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ വരയ്ക്കുമ്പം എന്ത് ചെയ്യുന്നു? ഡയമെൻഷൻ വരയ്ക്കുന്നത്, നമ്മൾ എവിടെയാണ് ഡയമെൻഷൻ വരയ്ക്കുന്നത് ആ ഈ ലൈനുകളെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഈ ലെങ്ത്തിന്, ഈ 1 4 എന്ന് പറയുന്ന ലൈനിന് പാരലായിട്ട് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഡയമെൻഷൻ ലൈൻ വരയ്ക്കുക. എന്നിട്ട് 50 എന്ന് തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. ഓക്കെ, ഐസോമെട്രിക് വ്യൂ ആണെങ്കിലും ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിലും ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ 50 തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. ഇത് വ്യൂ ആയതുകൊണ്ട് നമുക്കറിയാം 50 തന്നെയാണെന്ന് അറിയാം. പക്ഷേ പ്രൊജക്ഷനാണ് ചോദിച്ചിട്ടുള്ളതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഐസോമെട്രിക് പ്രൊജക്ഷനിലാണ് എങ്കിലും 50 എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. എന്ത് ചെയ്യാൻ പാടില്ല? 50 പോയിന്റ് 1816 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല, ലെങ്ത് എഴുതാൻ വേണ്ടി പാടില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണെന്ത്? വെർട്ടിക്കൽ ആയിരിക്കുമ്പോഴുള്ള ഏത്
ഐസോമെട്രിക് വ്യൂ ഓഫ് സ്ക്വയർ ലാമിന. ഇനി നമുക്ക് ഹൊറിസോണ്ടലായിരിക്കും ഈ രണ്ടാമത്തെ കേസ് പറയണം. രണ്ടാമത്തെ കേസ് പറയുമ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് വായിച്ചേക്കാം. ഓക്കെ, രണ്ടാമത്തെ കേസ് പറയുമ്പോൾ ഇങ്ങനെയാണ്. രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? സ്ക്വയർ ലാമിന എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ ആണെന്ന് പറയുന്നത്. അത് ഇങ്ങനെയാണ് സ്ക്വയർ ലാമിന ഇരിക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഏത് വരയ്ക്കുന്നു? ഓർത്തോഗ്രാഫിക് വ്യൂ വരയ്ക്കുന്നു. സോ ദിസ് എക്സ് വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുക താഴെയാണ്, ടോപ്പ് വ്യൂവിലാണ് എൻ്റെ സ്ക്വയർ ഉണ്ടാവുക അല്ലേ? ടോപ്പ് വ്യൂവിലാണ് എൻ്റെ സ്ക്വയർ ഉണ്ടാവുക. ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? ലൈനാണ് ഇവിടെ കിട്ടുക. ഓക്കെ, സോ ദിസ് ഇസ് 1 2 3 4. ഇതാണെങ്കിൽ 1 ഡാഷ് 4 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ബേസ് ലൈൻ വരച്ചു. അപ്പം ബേസ് ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ എഴുതണം, ബേസ് ലൈൻ എന്ന് എഴുതണം കേട്ടോ. ബേസ് ലൈൻ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടാണ്. പോയിന്റ് ഫിക്സ് ചെയ്തു. ഇനി എച്ച് പിയിലാണ് നമ്മുടെ സ്ക്വയർ വരുന്നത് എങ്കിൽ നമ്മൾ ആരെ ഫിക്സ് ചെയ്യുക? 1 എന്ന് പറയുന്ന പോയിന്റിനെയാണ് ഫിക്സ് ചെയ്യുക. എച്ച് പിയിലാണെങ്കിൽ എല്ലാം എന്താണ്? 1 2ഉം 2 3ഉം 3 4ഉം 4 1ഉം എല്ലാം എന്താണ്? ഹൊറിസോണ്ടൽ ലൈൻസ് ആണെന്ന് അറിയാം അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞതാണല്ലേ, ഹൊറിസോണ്ടൽ ലൈൻസ് ആണെന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ആദ്യമേ അത് പറഞ്ഞു കഴിഞ്ഞു, ഹൊറിസോണ്ടൽ ലൈൻസ് ആണെന്നല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാ ലൈൻസും എന്തായിരിക്കും? 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വശത്തേക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഞാൻ എടുക്കും, ഒരു ലൈൻ അങ്ങ് വരച്ചു. ഈ വശത്തേക്കും 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ അങ്ങ് വരച്ചു. ഓക്കെ, 30 ഡിഗ്രി ഇൻക്ലൈൻഡ്, 30 ഡിഗ്രി ഇൻക്ലൈൻഡ്. അപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ ഇടത്തേക്കാണെങ്കിൽ 1 2. അപ്പോൾ ഇവിടെയാണ് 2 വേണ്ടത് എനിക്ക്. ഇങ്ങോട്ടാണെങ്കിൽ മുകളിലേക്കുള്ളത് ഇവിടെയാണ് 4 വേണ്ടത്. അതിന് എന്തെടുത്തു? 50 ഡിഗ്രിയിൽ ഞാൻ എന്തെടുത്തു? ഒരു ആർക്ക് കട്ട് ചെയ്തു. സോ ദിസ് ഇസ് മൈ പോയിന്റ് 4. ഓക്കെ, 50 ഡിഗ്രി അല്ല, 50 mm. ഇവിടെ അതുപോലെ തന്നെ ചെയ്തു, 50 mm ഞാനൊരു ആർക്ക് കട്ട് ചെയ്തു. ദിസ് ഇസ് മൈ പോയിന്റ് 2. അതിനുശേഷം എന്താണ്? വീണ്ടും 50 mm ഞാനൊരു ആർക്ക് ഇവിടെ കട്ട് ചെയ്തു 4ൽ നിന്ന്. കാരണം എന്താണ്? 4 3 ആണ് എനിക്ക് വേണ്ടത്. അപ്പം ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഈ ലെങ്ത് ഞാൻ അളന്നു, എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ആർക്ക് കട്ട് ചെയ്തു. ഇനി 2 3 ആണ് എനിക്ക് വേണ്ടത്. 2ൽ കോമ്പസ് വെച്ചിട്ട് ഈ ലെങ്ത് ഞാൻ അളന്നു, എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. സോ ദിസ് ഇസ് പോയിന്റ് 3. ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ ജോയിൻ ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് എനിക്ക് ഈ ലെങ്ത് അങ്ങനെ തന്നെ എടുത്തേക്കാം. അപ്പോൾ ഞാൻ 3 എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടുപിടിച്ച് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആദ്യം ഞാൻ ബേസ് ലൈൻ വരച്ചു. സോ ദിസ് ഇസ് മൈ ബേസ് ലൈൻ. ആദ്യം ബേസ് ലൈൻ വരച്ചു. 1 എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ ഫിക്സ് ചെയ്തു. അതിനുശേഷം എല്ലാം ഹൊറിസോണ്ടൽ ലൈൻസ് ആയതുകൊണ്ട് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഞാൻ ഒരു ലൈൻ നീട്ടി വരച്ചു. 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വീണ്ടും ഒരു ലൈൻ ഞാൻ നീട്ടി വരച്ചു. ഓക്കെ, 30 ഡിഗ്രി. അതിനുശേഷം ഈ ലെങ്ത് 1 4 എന്ന് പറഞ്ഞ ലെങ്ത് ഞാൻ എൻ്റെ കോമ്പസിലെടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്തു. സോ ദിസ് ഇസ് മൈ പോയിന്റ് 4. ഓക്കെ, അതിനുശേഷമോ 1 2 എന്ന് പറയുന്ന ലെങ്ത് ഞാൻ കോമ്പസിലെടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്തു. ദിസ് മൈ പോയിന്റ് 2. ഓക്കെ, അതിനുശേഷം 4 3 ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കോമ്പസിലെടുത്തു, ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, ദിസ് 4 3. അടുത്തത് 2 3 ഞാൻ എന്ത് കോമ്പസിലെടുത്തു, ആർക്ക് കട്ട് ചെയ്തു. സോ ദിസ് വിൽ ബി മൈ പോയിന്റ് 3. ഇതിനെ ഞാൻ ജോയിൻ ചെയ്യിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് ഈ എക്സ്ട്രാ വരുന്നതിനൊക്കെ മായ്ച്ച് കളഞ്ഞേക്കാം. എക്സ്ട്രാ വരുന്നതിനൊക്കെ എന്ത് ചെയ്യാം? മായ്ച്ച് കളഞ്ഞേക്കാം. ഇങ്ങനെയാണ് അങ്ങനെ ഹൊറിസോണ്ടലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ സ്ക്വയർ ലാമിന നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം? നമുക്കൊരു ഹെക്സഗണൽ ലാമിന വരയ്ക്കാം. അതിൻ്റെ സൈഡ് 25 mm ആണ്. റെസ്റ്റിംഗ് ഓൺ എന്താണ്? ഇറ്റ്സ് കോർണർ ഓൺ എച്ച് പി വിച്ച് ഈസ് എന്താണ്? ഈക്വലി ഇൻക്ലൈൻഡ് ടു എച്ച് പി ആൻഡ് ലാമിന ഈസ് പാരലൽ ടു വി പി. അതായത് ഇപ്പോൾ ഇതാണ് എൻ്റെ എന്ത്? വി പി എന്ന് വിചാരിക്കുക, ഇതാണ് എച്ച് പി എന്ന് വിചാരിക്കും. ഓക്കെ, എച്ച് പിയിൽ അതിൻ്റെ ഒരു കോർണർ ഇരിക്കുകയാണ്. പിന്നെയോ എച്ച് പിക്ക് ഈക്വലി ഇൻക്ലൈൻഡ് ആണ് മറ്റേ രണ്ട് സൈഡുകൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫിഗർ വരേണ്ടത്. അപ്പോൾ ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ ഇത് 120 ആണ്, ടോട്ടൽ 180 ആയതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും? 30 30 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ എക്സ് വൈ ലൈൻ ഇതാണ് എങ്കിൽ അതിൻ്റെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ എങ്ങനെ ഇരിക്കുക നോക്കാം. എക്സ് വൈ ലൈൻ ഇങ്ങനെയാണ് എങ്കിൽ മുകളിൽ വി പിക്ക് പാരലാണ്, ഇത് വി പി ആണ്, വി പിക്ക് പാരലാണ്. ഒരു കോർണർ എച്ച് പിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ രണ്ട് എഡ്ജും എച്ച് പിക്ക് ഈക്വലി ഇൻക്ലൈൻഡ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെടുത്തു? ആ പോയിന്റ് എടുത്തു. ഏത് പോയിന്റ്? ഈ കോർണർ, ഈ മുട്ടിയിരിക്കുന്ന ഈ കോർണറിനെയാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അതിനുശേഷം ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരച്ചു. എത്ര ഡിഗ്രി ആയിരിക്കും ഇത്? ഇത് 30 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ട് ഇത് 30 ഡിഗ്രി? അത് ഐസോമെട്രിക് വ്യൂ ഒന്നും അല്ല, നമ്മൾ ഓർത്തോഗ്രാഫി പ്രൊജക്ഷനാണ് വരയ്ക്കുന്നത്. കാരണം ഇത് 120 ആണെന്ന് എനിക്കറിയാം. 120 ആണ് എങ്കിൽ 180 മൈനസ് 120 എത്രയാണ്? 180 മൈനസ് 120 ഡിഗ്രി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈക്വലി ഇൻക്ലൈൻഡ് ആകുമ്പോൾ ടോട്ടൽ 60 ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 60/2 എത്രയാണത്? 30 ഡിഗ്രി. അപ്പോൾ അതുകൊണ്ടാണ് 30 ഡിഗ്രി എടുത്തതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം 120ൽ ഒരു ലൈൻ വരയ്ക്കുക. വീണ്ടും 120ൽ ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ എന്ത് ചെയ്യാം?
120 ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം, 120 ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് എൻ്റെ എ ബി സി ഡി ഇ എഫ് എന്ന് പറയുന്ന എൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഏതിൻ്റെ? ഈ പറഞ്ഞിരിക്കുന്ന ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ഹെക്സഗണൽ ലാമിനയുടേത്. ഇത് എത്രയാണ്? 25 mm ആണ്. ടോപ്പ് വ്യൂ എങ്ങനെ ഇരിക്കുക? ടോപ്പ് വ്യൂ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ, താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ലൈനായിട്ടാണ് ഇരിക്കുക. ഓക്കെ, വേണമെങ്കിൽ എഫ് ഡാഷ് 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 എന്ന് വിളിച്ചോളൂ. ഡാഷ് ഡാഷ് ആണല്ലോ, ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ എല്ലാം ഡാഷ് ആണല്ലോ. ഓക്കെ, ഇതിനെ വരയ്ക്കണമെങ്കിൽ ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ബേസ് ലൈൻ വരയ്ക്കുകയല്ല വേണ്ടത്. അതിന് മുമ്പേ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. അതായത് ഈ പറയുന്ന ഹെക്സഗണൽ ലാമിനയെ എന്തിനുള്ളൊരു ബോക്സിൻ്റെ ഉള്ളിൽ ഞാൻ എൻക്ലോസ് ചെയ്യിക്കുകയാണ്. ഞാൻ വളരെ തിന്നായിട്ട് 2H പെൻസിൽ കൊണ്ട് ഒരു ബോക്സ് വരയ്ക്കുകയാണ് ഇവിടെ. ആ ബോക്സ് ഞാൻ വേറെ കളറിൽ വരയ്ക്കാം. ഒരു ബോക്സ് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ബോക്സ് ഞാനിവിടെ വരച്ചു. ഓക്കെ, ഇതിന് മുട്ടുന്ന രീതിക്ക്, ഇതിന് ബി എന്ന് പറഞ്ഞ പോയിന്റ് മുട്ടുന്ന രീതിക്ക് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഓക്കെ, അതുപോലെ സി എന്ന് പറഞ്ഞ പോയിന്റ് മുകളിലേക്ക് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഓക്കെ, ഞാൻ അതിന് നെയിം ചെയ്യണം. 1 2 3 4 എന്ന് നെയിം ചെയ്യണം. ഓക്കെ, അറിയാം വി പിയിലാണ് ഇവൻ ഇരിക്കുന്നത്, എച്ച് പി താഴെയാണ്. വി പിയിലാണ് ഇരിക്കുന്നത്. 2 എന്ന് പറഞ്ഞ പോയിന്റാണ് നമ്മൾ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ 2 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്തെടുത്തു? നമ്മൾക്ക് ആദ്യം ഒന്ന് എഴുതി വെച്ചേക്കാം ഏതൊക്കെയാണ് വെർട്ടിക്കൽ. എക്സ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതെല്ലാം വെർട്ടിക്കലാണ്. അപ്പം 1 4ഉം 2 3ഉം എന്താണ്? വെർട്ടിക്കൽ ലൈൻസ് ആണ്. അതുപോലെ 4 3ഉം 1 2ഉം ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ 2 എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങോട്ടേക്ക് എനിക്ക് എന്ത് വരയ്ക്കണം? 1 വരയ്ക്കണം. 30 ഡിഗ്രിയിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ചു. ആരെ വരച്ചു? 2 എന്ന് പറഞ്ഞതിനെ 30 ഡിഗ്രിയിൽ ഒരു ലൈൻ നീട്ടി വരച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്? 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇവിടെ ഈ ഫിഗറിൽ, എൻ്റെ ഇടതുവശത്തിരിക്കുന്ന ഫിഗറിൽ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് 1ലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് അതിവിടെ ആർക്ക് കട്ട് ചെയ്തു. സോ ദിസ് ഈസ് പോയിന്റ് 1. ഇതാണ് എൻ്റെ പോയിന്റ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം? അതിനുശേഷം എനിക്കറിയാം അടുത്തത് എനിക്ക് 2 3 വരയ്ക്കണം, 1 4 വരയ്ക്കാം അല്ലേ? വെർട്ടിക്കൽ ലൈൻസ് ആണ്. ഞാൻ എന്ത് ചെയ്തു? 1 4ഉം 2 3ഉം വെർട്ടിക്കൽ ആയിരുന്നു. നേരെ വെർട്ടിക്കൽ ലൈൻ നേരെ ഇങ്ങോട്ട് കൊടുത്തു. ഓക്കെ, ഇവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ നേരെ ഇങ്ങോട്ട് കൊടുത്തു. ഓക്കെ, നേരെ ഒരു വെർട്ടിക്കൽ ലൈൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ എന്തെടുക്കണം? 4 ആണ്. 1 4ഉം 2 3ഉം ആണ് എനിക്ക് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഓർക്കുക. 1ൽ നിന്ന് ഇവിടെ ഇടതുവശത്തുള്ള ഫിഗറിൽ 1ൽ നിന്ന് 4ലേക്ക് ഞാൻ എന്തെടുക്കണം? കോമ്പസ് എടുത്തിട്ട് ആ ലെങ്ത് മെഷർ ചെയ്തിട്ട് ഇവിടെ ഞാൻ ആർക്ക് കട്ട് ചെയ്തു. സോ ദിസ് ഇസ് മൈ പോയിന്റ് 1 4. ബാക്കിയുള്ളത് മായ്ച്ചു കളയണം. ഓക്കെ, അതിനുശേഷം 2ൽ നിന്ന് 3ലേക്കുള്ള ലെങ്ത് എടുത്തിട്ട് ഞാൻ ആർക്ക് കട്ട് ചെയ്തു. 2ൽ നിന്ന് 3ലേക്കുള്ള ലെങ്ത് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, സോ ദിസ് ഇസ് മൈ 3. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 4 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? 4 3 എന്ന ലെങ്ത്തിൽ ഒരു ആർക്ക് കട്ട് ചെയ്യാം, 2 3 എന്ന ലെങ്ത്തിൽ ഒരു ആർക്ക് കട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് അടുത്ത പോയിന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, അതായത് ബേസ് ലൈൻ വരച്ചു, 2 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തു, 30 ഡിഗ്രിയിൽ 1 എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടുന്ന് 4 എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചു. അതിനുശേഷം എന്ത് ചെയ്യുക? 2 3യിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക, 4 3യിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക, 3 കിട്ടും. അപ്പോൾ ഇങ്ങനെ വരച്ചാലും മതിയാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ രീതിക്കും വരയ്ക്കും. ഏത് രീതിക്ക് നിങ്ങൾക്ക് വരയ്ക്കും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? 1 2 3 4 എന്ന് പറയുന്ന ഏത് കിട്ടി? ഈ പറയുന്ന റെക്റ്റാങ്കിൾ എനിക്ക് കിട്ടി. ഓക്കെ, അത് റെക്റ്റാങ്കിൾ ആണ്, സ്ക്വയർ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം? 4A മെഷർ ചെയ്യുകയാണ്. ഓക്കെ, ഇത് എനിക്ക് ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് സ്കെയിൽ മാറ്റേണ്ട ആവശ്യമില്ല. 4A മെഷർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? എ എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുകയാണ്. ഇവിടുന്ന് ഈ ഫിഗറിൽ നിന്ന് 4A ഞാൻ എടുത്തിട്ട് അത് സെയിം ലെങ്ത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇതിനെ എ എന്ന് വിളിച്ചു, ആർക്ക് കട്ട് ചെയ്തു. അതേപോലെ 1F ഏത് ഇടതുവശത്തെ ഫിഗറിന് ഞാൻ എടുത്തിട്ട് 1ൽ കോമ്പസ് വെച്ചിട്ട് F എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. സോ ദിസ് മൈ F. സിമിലർലി 2D ഞാൻ എടുക്കുകയാണ്, ആർക്ക് കട്ട് ചെയ്തു 2D. അതേപോലെ 3C ഞാൻ മാർക്ക് ചെയ്യുകയാണ്, 3C. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ എല്ലാം ക്യാപ്സ് ആണ്. ഓക്കെ, ഇതെല്ലാം എന്താണ്? ക്യാപ്സ് ആണ്. അതേപോലെ 4B ഞാൻ മാർക്ക് ചെയ്യണം. സോ ദിസ് ഇസ് 4B. അതേപോലെ 1E ഞാൻ മാർക്ക് ചെയ്യണം. സോ ദിസ് ഇസ് 1E. ഇനി എന്ത് ചെയ്യാം? ഇതിനെല്ലാം ജോയിൻ ചെയ്യും. ഇതിനെല്ലാം ഞാൻ ജോയിൻ ചെയ്യണം. H പെൻസിൽ ഉപയോഗിച്ചിട്ട്. ഇത്രയും നേരം വരച്ച എല്ലാം 2H പെൻസിൽ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ H പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇവന്മാരെല്ലാം ജോയിൻ ചെയ്യണം. ഓക്കെ,
ഇവരെല്ലാം എച്ച് പെൻസിൽ ഉപയോഗിച്ച് ഞാൻ ജോയിൻ ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ഹെക്സഗണൽ ലാമിനയുടെ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും എനിക്ക് സ്കെയിൽ എടുക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം എന്താ, ഐസോമെട്രിക് വ്യൂ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഐസോമെട്രിക് വ്യൂ ഓഫ് എ സർക്കുലർ ലാമിന. സർക്കുലർ ലാമിനയുടെ ഐസോമെട്രിക് വ്യൂ ആണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഹൊറിസോണ്ടൽ എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് വരയ്ക്കുന്നു, ആദ്യം അതിൻ്റെ ഓർത്തോഗ്രാഫിക് വ്യൂ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ എക്സ് വൈ ലൈൻ ഞാൻ വരച്ചു. ദിസ് ഇസ് മൈ എക്സ് വൈ ലൈൻ. ഓക്കെ, ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് സർക്കുലർ ലാമിന ഹൊറിസോണ്ടൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേസ് വരിക. ഓക്കെ, സർക്കുലർ ലാമിന ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇങ്ങോട്ടേക്ക്. അപ്പോൾ സർക്കുലർ ലാമിന ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കും, അതായത് എച്ച് പിക്ക് പാരലായിട്ട് ഇരിക്കും എന്നർത്ഥം. ഇത് വി പി. എച്ച് പിക്ക് പാരലാണെങ്കിൽ താഴെയാണ് എന്ത് വരിക, എക്സ് വൈ ലൈൻ്റെ താഴെയാണ് എന്ത് വരുന്നത്, എൻ്റെ സർക്കിൾ വരിക. ഓക്കെ, മുകളിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇതിന് ഡയ എത്രയാണോ അത്രയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും മുകളിൽ വരുന്നത്. ഓക്കെ, സോ ദിസ് മച്ച് ഈസ് ഹൗ മച്ച്, ദിസ് മച്ച് ഈസ് 5 ആണ്. എത്രയാണത്, അത് 60 mm ആണ്. അപ്പോൾ 30 mm ഒരു കോമ്പസിൽ ഡിസ്റ്റൻസ് എടുത്തിട്ട് സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, ഇവനെ എൻക്ലോസ് ചെയ്യും. ഈ രണ്ട് പെർപെൻഡിക്കുലർ ഡയഗണൽസും ഡയമീറ്റേഴ്സും വരയ്ക്കുക. അതിനുശേഷം ഇവനെ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യിക്കുക. സ്ക്വയർ ആയിരിക്കും അല്ലേ, ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യിക്കുക. ബോക്സ് എന്തായിരിക്കും, ബോക്സ് സ്ക്വയർ ആയിരിക്കും. എന്താ കാര്യം, സർക്കിൾ ആയതുകൊണ്ട് ബോക്സ് എന്തായിരിക്കും, സ്ക്വയർ ആയിരിക്കും. അപ്പോൾ സ്ക്വയർ ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് മൈ സ്ക്വയർ. എന്നിട്ട് ഞാനിതിനെ നെയിം ചെയ്യണം. സ്ക്വയറിനെ 1 2 3 4 എന്ന് നെയിം ചെയ്യണം. അപ്പോൾ എച്ച് പിയിലായതുകൊണ്ട് തന്നെ എല്ലാം പാരലലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എല്ലാ ലൈൻസും പാരലായതുകൊണ്ട് എന്താണ്, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് വരയ്ക്കണം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് വരച്ചു, ബേസ് ലൈൻ വരച്ചു. സോ ദിസ് ഇസ് മൈ ബേസ് ലൈൻ. താഴെ ബേസ് ലൈൻ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ എന്ത് ഫിക്സ് ചെയ്യണം, ഞാൻ എച്ച് പിയിലാണ് ഉള്ളത് എങ്കിൽ ഞാൻ ആരെ ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ 1നെ ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ 1നെ ഫിക്സ് ചെയ്യും. വി പിയിലാണെങ്കിൽ 2നെ, എച്ച് പിയിലാണെങ്കിൽ 1നെ. അതിനുശേഷം എന്ത് ചെയ്യണം, ഞാൻ ഈ ലെങ്ത് ആയിരിക്കും, ഡയമീറ്ററിൻ്റെ ലെങ്ത് ആയിരിക്കും 60 ആയിരിക്കും. ഓക്കെ, അതെ, ഇങ്ങോട്ടും 60 ആയിരിക്കും, ഇങ്ങോട്ടും 60 ആയിരിക്കും, ഇങ്ങോട്ടും 60 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് 1 4 60 mm വരച്ചു. അല്ലെങ്കിൽ നീട്ടി വരച്ചിട്ട് ഈ ലെങ്ത് ആർക്ക് എടുത്തിട്ട് കട്ട് ചെയ്താലും മതിയാവും. ഓക്കെ, അപ്പോൾ 60 mm ആര് വരച്ചു, 1 4 വരച്ചു. അതേപോലെ 60 mm ഇങ്ങോട്ടേക്ക് ആരെയും വരച്ചു, 1 2 വരച്ചു. ഇതെല്ലാം എത്രയാണ്, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. സോ ദിസ് ഇസ് 1 2. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, 4ൽ നിന്ന് 60 mm ഒരു ആർക്ക് കട്ട് ചെയ്തു, 2ൽ നിന്ന് 60 mm ഒരു ആർക്ക് കട്ട് ചെയ്തു. സോ ദിസ് ഇസ് മൈ 3. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സർക്കിൾ എന്തായിരിക്കും, എലിപ്സ് ആയിരിക്കും. അതെങ്ങനെയാണ് വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1 4ൻ്റെ മിഡിൽ കാണാം. നമുക്കറിയാം, ഇപ്പം നമുക്ക് എത്രയാണ്, 6 mm ആയതുകൊണ്ട് 3 mm മിഡിൽ പോയിന്റ് കാണാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 1ൽ എന്ത് വയ്ക്കുക, കോമ്പസിൻ്റെ പന കുത്തുക. പിന്നെ ഈ പറയുന്ന മിഡിലുള്ള ഈ ഡയഗണലിൽ നമ്മൾ വരച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്, ഡയമീറ്റർ വരച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. ഈ ലെങ്ത് എടുക്കുക, ഇതെന്തായിരിക്കും, 3 mm ആയിരിക്കും. അല്ലെങ്കിൽ മിഡിൽ പോയിന്റ് കാണുക, 3 mm ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, 3 mm ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെയും 3 mm ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെയും 3 mm ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെയും 3 mm ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിനെ 5 എന്ന് വിളിച്ചു. ഇത് 6, ഇത് 7, ഇത് 8. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, 3ൽ നിന്ന് അതിനു മുമ്പേ ഈ 4 2 എന്ന് പറയുന്ന ഡയഗണൽ ഒന്ന് വരച്ച് വെച്ചേക്കുക. 4 2 എന്ന് പറയുന്ന ഡയഗണൽ ഒന്ന് വരച്ച് വെച്ചേക്കുക. 3 1 വരച്ച് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അധികം കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 4 1 4 2 നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്. ഓക്കെ, 3 1 വരയ്ക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, വരയ്ക്കുന്നുണ്ടെങ്കിൽ വരച്ചോളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, 3ൽ നിന്ന്, അതായത് ഒരു കോർണറിൽ നിന്ന് അടുത്ത ലൈനിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് ഞാൻ ലൈൻ വരച്ചു. 3 8 എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. അതുപോലെ 3ൽ നിന്ന് ഇപ്പുറത്തേക്കും 5ലേക്കും ഒരു ലൈൻ വരച്ചു. അതായത് ഒരു കോർണറിൽ നിന്ന് അതിൻ്റെ ഏതിലേക്കാണ്, അടുത്ത ലൈനിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ലാർജസ്റ്റ് ഡയഗണൽ അല്ല ഞാൻ എടുത്തിരിക്കുന്നത് സ്മോളസ്റ്റ് ഡയഗണൽ വരുന്ന കോർണറാണ് എടുത്തിരിക്കുന്നത്. സ്മോളസ്റ്റ് ഡയമീറ്റർ വരുന്നത്, അല്ലെങ്കിൽ ഡയഗണൽ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ഇതൊരു റോംബസ് ആയതുകൊണ്ട് ഡയഗണൽ എന്ന് പറയും. അപ്പോൾ എന്താണ്, ലാർജസ്റ്റ് ഡയഗണൽ ഞാൻ അവിടെ വെച്ചു. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഡയഗണലിൻ്റെ എൻഡിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ്, ആ എൻഡിൽ നിന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന 2 ലൈനുകളുണ്ട്. ആ 2 ലൈനിൻ്റെയും മിഡിലേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഓരോ ലൈനുകൾ ഇടുകയാണ്. അതായത് 3 8 എന്ന് പറയുന്ന ലൈനും 3 5 എന്ന് പറയുന്ന ലൈനും.
സെയിം പ്രൊസീജിയർ വേണമെങ്കിൽ എനിക്ക് എന്ത് ആവർത്തിക്കാം, 1-ൽ നിന്ന് ഞാൻ വേറെ കളർ ഓൺ ചെയ്യാം, വേണമെങ്കിൽ ആവർത്തിച്ചാൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടെ തന്നെയായിരിക്കും ഈ ലൈൻ പോകുന്നുണ്ടാവുക. ഓക്കെ, അതായത് 4-2-ഉം 3-8-ഉം ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിൽ കൂടെ തന്നെയായിരിക്കും 1-7-ഉം പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, 1-ൽ നിന്ന് നേരത്തെ പറഞ്ഞ അതേപോലെ 7-ലേക്ക് ജോയിൻ ചെയ്യുക, 1-ൽ നിന്ന് നേരത്തെ പറഞ്ഞ അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡിൽ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പം ഇവിടെ എനിക്ക് 2 പോയിന്റ്സ് കിട്ടും. നിങ്ങളെന്ത് വരച്ചാലും മതിയാവും, 3-8-ഉം 3-5-ഉം വരച്ച് അവസാനിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ 9 എന്ന് വിളിച്ചു, ഇതിന് 10 എന്നും വിളിച്ചു ഈ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 4 സെൻറ്റർ മെത്തേഡിലാണ് വരയ്ക്കാൻ പോകുന്നത് ഓർക്കുക. 4 സെൻറ്റർ മെത്തേഡ്. അപ്പോൾ നമ്മുടെ സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻറ്റേഴ്സ് 3 ഒരു സെൻറ്ററാണ്. ഓക്കെ, സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഒരു സെൻറ്ററാണ്, 1 ഒരു സെൻറ്ററാണ്, 9 ഒരു സെൻറ്ററാണ്, 10 ഒരു സെൻറ്ററാണ്. അപ്പോൾ 1, 3, 9, 10 സെൻറ്റേഴ്സാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, 3 സെൻറ്ററാക്കി വെച്ചിട്ട് 3, 8 ഈ ലൈനിൽ അത് ഡയമീറ്റർ ആക്കി വെച്ചിട്ട് ഞാനൊരു ആർക്ക് കട്ട് ചെയ്യും. ഓക്കെ, ഞാനൊരു ആർക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അത് കറക്റ്റ് 5-ൽ കൊണ്ടുപോയിട്ട് മീറ്റ് ചെയ്യും. സെയിം പ്രൊസീജിയർ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. 1 സെൻറ്ററാക്കി വെച്ചിട്ട് 1-7 റേഡിയസ് ആക്കി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു ആർക്ക് കട്ട് ചെയ്യണം. അത് കറക്റ്റ് 6-ൽ പോയി മീറ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം 9 സെൻറ്ററാക്കി വെച്ചിട്ട് 9-8-ഓ 9-7-ഓ റേഡിയസ് ആക്കി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു ആർക്ക് കട്ട് ചെയ്യണം. ഇത് കറക്റ്റ് എവിടെ പോയി മീറ്റ് ചെയ്യും, ഇത് കറക്റ്റ് 7-ൽ പോയി മീറ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, 10 സെൻറ്ററാക്കി വെച്ചിട്ട് 10-6 റേഡിയസ് ആക്കി വെച്ചിട്ട് ഞാൻ ഒരു ആർക്ക് കട്ട് ചെയ്യണം. ഇത് കറക്റ്റ് എവിടെ പോയി മീറ്റ് ചെയ്യും, 5-ൽ പോയി മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 10-5 റേഡിയസ് എടുക്കാം, 10-6 റേഡിയസ് എടുക്കാം. അപ്പോൾ ഇത് പതുക്കെ പോസ് ചെയ്ത് കാണുക. ഇങ്ങനെയാണ് എന്ത് വരയ്ക്കുന്നത്, നമ്മൾ ഹൊറിസോണ്ടൽ ആയിരിക്കുന്ന സമയത്ത് ഏത് വരയ്ക്കുന്നത്, എൻ്റെ ഐസോമെട്രിക് വ്യൂ സർക്കുലർ ലാമിനേറ്റ് വരയ്ക്കുന്നത്. സെയിം പ്രൊസീജിയർ എനിക്ക് വർട്ടിക്കലിനും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് 4 സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ വർട്ടിക്കലും ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പതുക്കെ ഇരുന്ന് കാണുക. ഓക്കെ, സിമ്പിളാണ്, പതുക്കെ ഇരുന്ന് കാണുക. അപ്പോൾ അടുത്ത് നമുക്ക് വർട്ടിക്കൽ ചെയ്യണം. ഓക്കെ, വർട്ടിക്കൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം വരയ്ക്കുന്നു, നമ്മുടെ XY ലൈൻ വരയ്ക്കുന്നു. ഐസോമെട്രിക് വ്യൂ വേണം എനിക്ക്. അപ്പോൾ വർട്ടിക്കലാണ് എങ്കിൽ, സോ ഇതാണ് എൻ്റെ വർട്ടിക്കൽ പ്ലെയിൻ, ഇതാണ് എൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിൻ. വർട്ടിക്കലാണ് എങ്കിൽ സർക്കിൾ ഇങ്ങനെയാണ് ഇരിക്കുക, അതായത് ഇങ്ങോട്ടേക്കാണ് പ്രൊജക്ഷൻ വരിക. ഇതിൻ്റെ ഷെയ്ഡ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂവിലാണ് എന്തുണ്ടാവുക, സർക്കിൾ ഉണ്ടാവുക. അപ്പോൾ സർക്കിൾ ഉണ്ടാകുന്നത് ഫ്രണ്ട് വ്യൂവിലാണ്. ഓക്കെ, ടോപ്പ് വ്യൂവിൽ എന്തേ ഉണ്ടാവുള്ളൂ, ടോപ്പ് വ്യൂവിൽ ഒരു ലൈനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു ലൈനേ ടോപ്പ് വ്യൂവിൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഡയമീറ്റർ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മാർക്ക് ചെയ്യുക. അത്രയാണ് 560 ആണെന്നുള്ള കാര്യം. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം 2 ഡയഗണൽസ് എന്ന് വരച്ച് വെച്ചേക്കുക. ഓക്കെ, അതിനുശേഷം ഇവനെന്ത് ചെയ്യുക, ഇവനെ ഒരു ബോക്സിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, സ്ക്വയറിൻ്റെ ഷേപ്പ് ആയിരിക്കും. ഇവനൊരു ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, എല്ലാ സൈഡും മുട്ടുന്ന രീതിക്ക് ടാൻജൻഷ്യലായിട്ട് വേണം ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എല്ലാ എൻഡും മുട്ടുന്ന രീതിക്ക് വേണം ഈ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. ഓക്കെ, സോ ദിസ് ഇസ് 1, 2, 3 and 4. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബേസ് ലൈൻ വരച്ചു. ഓക്കെ, ദിസ് ഇസ് മൈ ബേസ് ലൈൻ. ഓക്കെ, ബേസ് ലൈൻ വരച്ചു. ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു, അതിന് വേറെ കളർ കൊണ്ട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ എൻക്ലോസ് ചെയ്യുന്ന സാധനത്തിന് വേറെ കളർ കൊണ്ട് മാർക്ക് ചെയ്തേക്കും. ഓക്കെ, അപ്പം മുകളിലാണ് VP-യിലാണുള്ളത്, VP HP. VP-യിലാണ് സർക്കിൾ ഉള്ളതെങ്കിൽ നമ്മൾ VP-യിലാണ് എൻ്റെ സ്ക്വയർ ഉള്ളത് അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഉള്ളത് എങ്കിൽ നമ്മൾ ആരെ ഫിക്സ് ചെയ്യേണ്ടത്, 2-നെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1-ഉം 2-ഉം ഏത് വേണം ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് പിന്നീടുള്ള വരയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിക്കാണ് ഇപ്പോഴേ നമ്മൾ പഠിച്ചു പോകുന്നത്. 2-നെ ഫിക്സ് ചെയ്തു. ഓക്കെ, 1-ഉം 2-ഉം എന്താണ്, 1-ഉം 2-ഉം ഹൊറിസോണ്ടലാണ്. 1, 2 പിന്നെയോ 4, 3 എന്താണത്, ഹൊറിസോണ്ടലാണ്. അതുപോലെ 1, 4 പിന്നെയോ 3, 2 എന്തുകൊണ്ടാണ്, പെർപെൻഡിക്കുലർ ടു XY ലൈൻ എന്താണ്, വെർട്ടിക്കലാണ്. ഓക്കെ, അപ്പോൾ 2 ഫിക്സ് ചെയ്തു. 1, 2 എന്ന് പറയുന്നത് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കും. എന്തുകൊണ്ടാണ്, ഇവൻ ഹൊറിസോണ്ടലാണ്, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുക. എത്ര ലെങ്ത്തിൽ, 60-ൽ, കാരണം ഇതിൻ്റെ ഡയമീറ്റർ 60 ആണ്. ആ ലെങ്ത് തന്നെയായിരിക്കും 1, 2 ഉണ്ടാവും. 60 വരച്ചു. സോ ദിസ് ഇസ് 1. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, നേരെ പെർപെൻഡിക്കുലറായിട്ട് നേരെ വെർട്ടിക്കലായിട്ട് എന്ത് വരയ്ക്കാം, എനിക്ക് 1, 4 വരയ്ക്കാം. ഇവിടുന്ന് 1, 3-യും വരയ്ക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം, ഇങ്ങനെയും ചെയ്യാം. 4, ഇത് 3 ആണ്, ഇത് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ എല്ലാ ലെങ്ത് എത്രയാണ്, 60 ആണ്.
ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഈ 4-2 ആണ് എൻ്റെ ലാർജസ്റ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത്, ഡയഗണൽ എന്ന് പറയുന്നത് 4-2 ആണ്. ഓക്കെ, അതിനുശേഷം എന്തെടുക്കുക, എല്ലാത്തിനെയും മിഡിൽ പോയിന്റ് 3 mm, 6 mm, 60 mm ആയതുകൊണ്ട് 30 mm എല്ലാത്തിനെയും മിഡിൽ പോയിന്റ് കാണുക. ഓക്കെ, 5, 6, 7, 8. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3യിൽ നിന്ന് ഓപ്പോസിറ്റ് വരുന്ന രണ്ട് എഡ്ജസിൻ്റെയും സെൻറ്ററിലേക്ക് എന്ത് ചെയ്യുക, ലൈൻ വരയ്ക്കുക. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ 1ൽ നിന്നും 7ലേക്ക് വരയ്ക്കാം, 1ൽ നിന്ന് 6ലേക്കും വരയ്ക്കാം. ഓക്കെ, അത് വേറെ ഇതിൽ വരച്ചേക്കാം, വരയ്ക്കുന്നതാണ് നല്ലത്. വരച്ചിട്ടില്ലെങ്കിലും നമുക്ക് പോയിന്റ് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് പോയിന്റ്, ഇതാണ് 2 പോയിന്റുകൾ, 4 സെൻറ്റേഴ്സ് നമുക്ക് കിട്ടി. 1, 3, പിന്നെ ഇത് 9, 10, 1, 3, 9, 10 ആണ് 4 സെൻറ്റർ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കൂടെയും വരച്ചേക്കാം, അത് ഇതേ പോയിന്റ് കൂടെ തന്നെ പോവും. ഓക്കെ, അതുപോലെ ഇതും ഇതേ പോയിന്റ് കൂടെ തന്നെ ഇതിലേക്ക് പോവും. ഓക്കെ, ഞാൻ വരച്ചത് സ്കെയിൽ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇത് കറക്റ്റ് ആ പോയിന്റിൽ നിൽക്കാത്തത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആ പോയിന്റിലേക്ക് കൂടെ തന്നെ പോകും. ഓക്കെ, കറക്റ്റ് ഈ പോയിന്റിലേക്ക് കൂടെ തന്നെ പോയിട്ട് 6ൽ വന്ന് മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, 9 ആണ്, ഈ പോയിന്റ് എന്താണ്, 10 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കുക. 3 ഉണ്ട്, 1 ഉണ്ട്, 3 ഉണ്ട്, പിന്നെയോ, പിന്നെ 9 ഉണ്ട്, 10 ഉണ്ട്. ഓക്കെ, അതിനുശേഷം 1 സെൻറ്ററാക്കി വെച്ചിട്ട് 1, 7 അല്ലെങ്കിൽ 1, 6 റേഡിയസ് ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ, 1 സെൻറ്ററാക്കി വെച്ചിട്ട് 1, 7 അല്ലെങ്കിൽ 1, 6 റേഡിയസ് ആക്കിയിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യാം. കറക്റ്റായിട്ട് ഇവന് ഇതിലേക്ക് പാസ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും, 6ൽ കൂടെ തന്നെ പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അടുത്തത് 3 സെൻറ്ററാക്കി വെച്ചിട്ട് 3, 8 അല്ലെങ്കിൽ 3, 5 റേഡിയസ് ആക്കി വെച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യാം. കറക്റ്റായിട്ട് 3, 8 ആണെങ്കിൽ 5 കൂടെ തന്നെ നമുക്ക് പാസ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തത് 9 സെൻറ്ററാക്കി വെച്ചിട്ട് 9, 7 അല്ലെങ്കിൽ 9, 8 റേഡിയസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ആർക്ക് വരയ്ക്കുക. കറക്റ്റ് ഇവിടെ തന്നെ ജോയിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്ത് 10 സെൻറ്ററാക്കി വെച്ചിട്ട് 10, 5 അല്ലെങ്കിൽ 10, 6 റേഡിയസ് ആക്കി വെച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. കറക്റ്റ് 5ഉം 6ഉം മുട്ടുന്ന രീതിക്ക് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, വെർട്ടിക്കൽ പൊസിഷനിൽ നിൽക്കുമ്പോഴുള്ള ഏതിനെ വരയ്ക്കുന്നത്, സർക്കിളിൻ്റെ ഏത് വരയ്ക്കുന്നത്, ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത് ഒരു എലിപ്സ് ആണെന്ന് ഓർക്കുക. 4 സെൻറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. 4 സെൻറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ, വളരെ പതുക്കെ പോസ് ചെയ്ത് കാണാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം തന്നെ ഉള്ളൂ ഇത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.